ഇപ്പൊ ഒരു ചോദ്യം എന്റേതാണ്. ഇപ്പൊ സ്വതവേ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഒരു സന്ദേശം ഉണ്ടാവുമല്ലോ, സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം. ആ ഒരു സന്ദേശമായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് പ്രവൃത്തിയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ലിയാഖത്ത് ഭായിയുടെ ലക്ഷ്യം എന്താണ്? അതിലുള്ള സന്ദേശം എന്താണ്? എൻ്റെ ലക്ഷ്യം വളരെ ലളിതമാണ്. എൻ്റെ ലക്ഷ്യം എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഇഷ്ടത്തിന്, ഇപ്പം നമ്മളെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്. എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനോ ഉപേക്ഷിക്കാനോ പിന്നെ സ്വീകരിക്കാനോ വിമർശിക്കാനോ ഒക്കെ അവകാശമുള്ള അധികാരമുള്ള ഒരു രാജ്യത്ത് അതിന് സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവണം. എല്ലാ മതമുള്ളവരും ഇല്ലാത്തവരും പല മതക്കാരും ഒക്കെ സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവണം. അതിന് തടസ്സമായി നിൽക്കുന്ന ആശയം എന്ന് എനിക്ക് ബോധ്യമുള്ള, എല്ലാ മതങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ബോധ്യമുള്ള, എൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ടുള്ള, എന്നെ ബാധിച്ചിട്ടുള്ള, നാളെ എൻ്റെ മക്കളെ ബാധിക്കാൻ ഇടയുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്ന രീതിയിൽ അതിൻ്റെ പോരായ്മകൾ, മാനവികമായ ദർശനങ്ങളോട് അല്ലെങ്കിൽ മാനവികമായിട്ടുള്ള ഈ ചിന്തക്ക് ഇസ്ലാം ഏതൊക്കെ തരത്തിലാണ് തടസ്സമാകുന്നത്, അതെങ്ങനെയൊക്കെയാണ് പ്രയോഗത്തിലിരിക്കുന്നത്, അതിൻ്റെ ഗ്രന്ഥത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ചരിത്രത്തിൽ അതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഇത് ആളുകളോട് വിശദീകരിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ, ഈ മതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ പുറത്ത് കടക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നുമുള്ള ഒരു മതമല്ല എന്ന് വിചാരിക്കുന്ന, ഇത് കേവലമായ സഹനവും സമാധാനവും സന്തോഷവും മാത്രമാണെന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഈ മതത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള സന്ദേശത്തെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള അന്തസ്സുണ്ട്, എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള അന്തസ്സുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിന് ഏത് തരത്തിലുള്ള വിലക്കാണ് ഉള്ളത്? സ്വതന്ത്രമായിട്ട് ഒരുത്തൻ ചിന്തിക്കാനും അതനുസരിച്ച് നമ്മുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സധൈര്യം മുന്നോട്ട് ജീവിക്കാൻ തയ്യാറായും വന്നാൽ അതിന് തടസ്സം നിൽക്കുന്ന ഏത് വ്യവസ്ഥാപിതമായ നിയമമുള്ളത് അല്ലെങ്കിൽ ഒരു അതിന് തടസ്സമായി നിൽക്കുന്ന ഇസ്ലാമിക നിയമമല്ല ഉള്ളത്, ഭരണകൂട നിയമമല്ല ഉള്ളത്. മീൻസ് ഒന്ന്, ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കപ്പെടുന്ന രാജ്യമല്ല, ഇസ്ലാമികമായ നിയമങ്ങൾക്ക് നമ്മുടെ പൗരാവകാശത്തിന്റെ മുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഭരണഘടനയല്ല നമുക്കുള്ളത്. അത് നിലനിൽക്കുന്നത് അങ്ങനെയാണ്. ആ രണ്ട് പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇതിന് നടത്തേണ്ടത് നിയമ പോരാട്ടമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള അങ്ങനെയല്ല. നിലവിലുള്ള ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ സ്വതന്ത്രമായിട്ട് സുഖമായിട്ട് കല്യാണം കഴിഞ്ഞ് 2-3 മക്കളുമായിട്ട് ഒരു തറവാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് തൻ്റെ ഇസ്ലാം മത വിശ്വാസം നഷ്ടപ്പെട്ടു. അയാൾ ഇനി മതം അനുസരിച്ച് ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ആ രീതിയിൽ മക്കളെ നിർബന്ധിതമായ മതപഠനത്തിന് വിധേയമാക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യമായിട്ട് തകർക്കപ്പെടും. അതിലെല്ലാവരും ഇടപെടും. ഒരാൾ രണ്ടാളൊന്നുമില്ല. ആ കുടുംബത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സകലരും ഇടപെടും. ആ കുടുംബത്തിന് പുറത്തേക്ക് അതൊരു സാമൂഹികമായ ചർച്ചയുണ്ടാവും, മഹല്ല് നിലവാരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. അവരുടെ ജീവിതം, ആ കുടുംബത്തെ പിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പരിഗണനയായിട്ട് നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ അതിന് പറയുന്ന കാരണം, അതിപ്പം ആ സ്ത്രീ നിലപാടെടുത്താൽ പോരെ എന്നായിരിക്കും, അല്ലെങ്കിൽ ആ പുരുഷൻ നിലപാടെടുത്താൽ പോരെ എന്നായിരിക്കും. അത് കഴിയാത്ത സാഹചര്യങ്ങൾ പലതുണ്ട്, നമ്മൾ എത്രയോ ആളുകൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുർത്തദ്ദുകൾ ഇത്രയും? ഇപ്പം നമ്മൾ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലോ ഒക്കെ ഒരാൾ മുർത്തദ്ദായിട്ട് മുനാഫിക്കായിട്ട് ജീവിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ്, കേരളത്തിൽ പോലും എന്തുകൊണ്ടാണ് ആളുകൾ പേരില്ലാ മുർത്തദ്ദുകളായിട്ട് അവരവരുടെ വിശ്വാസമില്ലായ്മ രഹസ്യമായി വെച്ച് ജീവിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലുണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. അതുണ്ട്. അതിനപ്പുറത്തേക്ക് അയാൾ വിമർശിച്ചാൽ, മതത്തിൽ അയാൾ കണ്ടെത്തിയിട്ടുള്ള പോരായ്മകളെ കുറിച്ച് തുറന്നു പറഞ്ഞാൽ, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ബാധിക്കും. അത് എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. കാരണം മനുഷ്യൻ ഇന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക സമുദായം മാത്രമല്ല ഇവരെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ പുറന്തള്ളുന്നതോ അല്ലെങ്കിൽ അവഗണിക്കുന്നതോ. നിങ്ങൾ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുകൊണ്ട് ജീവിച്ച് ഇതുവരെ അതിന്റെ എല്ലാ ഔഷധവും അല്ലെങ്കിൽ അതിന്റെ എല്ലാ
പിന്നെ ഊർജവും ഏറ്റുവാങ്ങി ഇന്നേ നിലയിൽ എത്തിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ആ മതത്തെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമുദായം മാത്രമല്ല ഇതര സമുദായക്കാർ പോലും പലപ്പോഴും അവൻ പിന്നെ ഒരു സാമൂഹിക കുടുംബ ജീവിതം ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ? അതായത് അതായത് ഒരു വ്യക്തി ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച് വളർന്ന് പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ അത് മതത്തിന്റെ എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു കുട്ടി വളരുന്നത്? ആ ഒരു വ്യക്തിയായി രൂപപ്പെടുന്നതിനിടയിൽ ആ വ്യക്തി ആർജിച്ചിട്ടുള്ള കഴിവുകൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ നിലനിൽപ്പ്, കുടുംബം, ബന്ധങ്ങൾ തുടങ്ങിയതിനൊക്കെ മതത്തിന് എന്ത് അവകാശമുണ്ടെന്ന് നിങ്ങൾ പറയണത് എനിക്ക് മനസ്സിലായില്ല. തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് ഒരു അവകാശമുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേക സമുദായത്തിന് ഒരു പിന്നെ ഉത്തരവാദിത്തമുണ്ട് ഒരുത്തനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലും. അത് നിങ്ങൾ തീർത്തും ചിന്തിക്കാതെ പറയുന്നത്. കാരണം ഒരു മനുഷ്യന്റെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ ഘടകങ്ങളും, അത് സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ കാലാവസ്ഥ, ഒരുപാട് ഘടകങ്ങളെയാണ് ഞാൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഞാൻ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഞാൻ ആവുന്നില്ല, ഞാൻ എന്ന ഒരു ശരീരം കൊണ്ട് ഞാൻ ആവുന്നില്ല, ഞാൻ എന്ന ഒരു പിന്നെ അഹം ഭാവം അഥവാ നമ്മൾ അങ്ങനെ ഒരു പിന്നെ ഭാവം നമുക്ക് ഉണ്ടായതുകൊണ്ട് ഞാനാവുന്നില്ല. എന്നെ ഞാനാക്കുന്നത് എൻ്റെ പല ഘടകങ്ങളുമാണ്, എൻ്റെ ചുറ്റുപാടിലുള്ള പല ഘടകങ്ങളുമാണ്. ആ ഘടകങ്ങളിൽ ഈ സമുദായത്തിനും ഒരു ചെറിയ പങ്കുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ വളച്ചു കെട്ടി പൊതിഞ്ഞു പറയണത്? സ്ട്രൈറ്റ് ആയിട്ട് പറയൂ. എന്ന് വെച്ചാൽ ഒരുത്തൻ രൂപപ്പെട്ടു വരുന്നതിന്റെ പിന്നിൽ ഒരു സമുദായത്തിന് എങ്ങനെ പങ്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗം വിട്ടുള്ളൂ. ധാർമ്മികതയുടെ, സത്യത്തിന്റെ, നീതിയുടെ, ഒരു നല്ല പിന്നെ സ്വഭാവ ഗുണങ്ങളുടെ ഒക്കെ പങ്ക് മറ്റുള്ള ഈ സമുദായത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ അവകാശപ്പെട്ടതാണ്. സമൂഹത്തിനോ തെളിച്ചു പറയൂ. ഉദാഹരണം, നിങ്ങൾ വെറും സമുദായത്തിന്റെ റോൾ എന്താണ്? അതെ, സമുദായത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കരുത്. കാരണം സമുദായത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയല്ല സംസാരിക്കുന്നത്. സമുദായത്തിന് പ്രത്യേകമായ റോളാണോ, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സമൂഹത്തിന് പൊതുവായ റോളാണോ ഉള്ളത്? ഞാൻ പറഞ്ഞു സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ നിങ്ങളുടെ വാദത്തെ എടുക്കുന്നു. സമൂഹത്തിൽ നിന്ന് വിഭിന്നമായി സമുദായത്തിന് ഒരു വ്യക്തിയുടെ വളർച്ചയിൽ പ്രത്യേകമായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്വാധീനം സമുദായം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമായി, അല്ലെങ്കിൽ ഈ കുട്ടി ജനിച്ചു വീഴുന്ന കുടുംബത്തിൽ അവരുടെ രക്ഷിതാക്കളും കാരണന്മാരും വിശ്വസിച്ചിരുന്ന മതസമുദായത്തിന് ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞിന് ഒരു പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ പോവുകയും പൊതു ഇടങ്ങളിൽ മറ്റെല്ലാ മനുഷ്യരോടും ഇടപഴകി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിലും ആ വ്യക്തിത്വ വികാസത്തിലും ഈ പൊതുസമൂഹത്തിൽ നിന്ന് വിഭിന്നമായി മതസമുദായത്തിന് പ്രത്യേകമായിട്ടുള്ള റോൾ എന്താണ്, അവകാശം എന്താണ്? നമ്മൾ ചെറുപ്പത്തിലെ നിങ്ങൾ പറയുന്ന മദ്രസ ജീവിതം തന്നെ നമുക്ക് എടുത്തു നോക്കാം. നിങ്ങൾ അതിൽ മതത്തിന്റെ ആ ഘടകങ്ങൾ, എലമെന്റ്സ് മാറ്റി നിർത്തിയിട്ട് ചില നന്മയുടെ വശങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി തരുന്നില്ലേ? കുറെ നന്മയുടെ വശങ്ങൾ നമുക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വളച്ചു കെട്ടുന്നത്? സ്പെസിഫിക് ആയിട്ട് പറയൂ. ഒരു കുട്ടിയുടെ സ്വഭാവം, ഒരു പൗരനായി ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഒരു കുട്ടി വളർന്നു വരുന്നതിൽ സമൂഹം എന്ന അർത്ഥത്തിൽ ഒരു സാമൂഹ്യ ജീവിയായി ഒരു മനുഷ്യൻ വളർന്നു വരുന്നതിൽ ആ കുട്ടിയുടെ ഭാവിയിലുള്ള വിശ്വാസത്തിന്റെ മുകളിൽ പോലും അധികാരം പ്രയോഗിക്കാവുന്ന തരത്തിലുള്ള എന്ത് അവകാശമാണ് ഒരു സമൂഹത്തിൽ നിന്ന് വിഭിന്നമായി സമുദായത്തിന് പ്രത്യേകമായിട്ടുള്ളത്? നിങ്ങൾ പറയൂ. അങ്ങനെ ഒരു അവകാശത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അവകാശമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പങ്ക് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാം. എന്താ പറയുക, കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വേണം. എന്താണ് വ്യക്തത വേണ്ടത്? ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ സമയം തരാം. താങ്കൾ വളരെ സെക്യുലറായ ഒരു മനോഭാവത്തോടെ വന്ന് എന്റെ ലക്ഷ്യത്തെയും എന്റെ ചോദനയും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക വഴി അതിലേക്ക് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും അതിനെ തുടർന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം, ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ത് തടസ്സമാണ് ഒരു വ്യക്തിക്ക് അയാൾക്ക് മതം ഉണ്ടായിട്ടോ ഇല്ലാതെയോ മതം മാറിയോ ജീവിക്കാൻ എന്ത് തടസ്സമാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ഞാൻ അതിന് മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾ അതിന് പറഞ്ഞ മറുപടി
ആ വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കുടുംബത്തിനും സമുദായത്തിനുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഉണ്ട് എന്നാണ്. ഒരു കുട്ടി ഒരു വീട്ടിൽ ജനിച്ച്, ഒരു കുടുംബത്തിൽ ജനിച്ച്, ഒരു സമൂഹത്തിൽ വളർന്ന് ഒരു പൗരനായി മാറിക്കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശത്തെ, അടിസ്ഥാനപരമായിട്ടുള്ള ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ, അതിനു മുകളിൽ നിയന്ത്രണാധികാരമുള്ള എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ് സൊസൈറ്റിക്കുള്ളത്, കുടുംബത്തിലുള്ളത് പറയും. എന്ത് അർഹതയാണ്? നിങ്ങൾ എല്ലാ വേദങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ പിറകോട്ട് തള്ളി അതിന്റെ മുകളിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടത്തിയതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിലും പോരായ്മകൾ എത്രയുണ്ട് ഇല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. അതിലും പോരായ്മ എത്രയുണ്ട്. തീർച്ചയായും അങ്ങനെയാണ്. അല്ല എന്ന് പൂർണ്ണമായും സ്ഥാപിക്കാൻ ഭരണഘടന നിങ്ങൾക്ക് ഞാൻ പഠിക്കാത്തത് പറയാൻ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് തീർച്ചയായും പോരായ്മകൾ അങ്ങനെയാണ്. അതിലുണ്ട്. തീർച്ചയായും അങ്ങനെയാണ്. ഇന്ത്യൻ പൗരൻ തീർച്ചയായും നിലയ്ക്ക് അങ്ങനെയാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ആ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്ന ഭരണഘടനയില് നമ്മളെ മനുഷ്യർ നിർമ്മിതമായിട്ടുള്ള പിന്നെ ഈ ഒരു ഭരണഘടനയിൽ പോരായ്മകള്, കാലോചിതമായി മാറ്റം വരുത്തേണ്ട ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മള് അത് മാത്രം ഒരു വേദഗ്രന്ഥം പോലെ പറയുന്ന നിങ്ങളുടെ ചില പ്രവണത ഞാൻ കാണാറുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാനൊരു വ്യക്തി സ്വാതന്ത്ര്യത്തെ, അവന്റെ സുഗമമായ ജീവിതത്തെ, കുടുംബ വ്യവസ്ഥിതിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സമൂഹത്തിന്റെ സംരക്ഷണം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാനേ പറ്റൂ. പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച് അവൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത് ഒരു കുടുംബം, ഒരു വ്യക്തി ജനിച്ചു വീഴുന്നത് രക്തബന്ധമാണ് ഉള്ളത്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ തുടങ്ങിയുള്ള രക്തബന്ധമാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ മതം മാറ്റി നിർത്തിയാൽ മനുഷ്യരുടെ ഒരു കുടുംബത്തിൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്, ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതിൽ, ആ സമൂഹത്തിൽ ആ കുഞ്ഞ് വളരുന്നതിൽ, ആ വ്യക്തി ഒരു പൗരനായി രൂപാന്തരപ്പെടുന്നതിൽ, അതിൽ എല്ലാ ഘടകങ്ങൾക്കും സ്വാധീനമുണ്ട്. ഇവിടുത്തെ ഓരോ മനുഷ്യനും, ഒരു അയൽവാസിക്കും, ടീച്ചർക്കും എല്ലാവർക്കും സ്വാധീനമുണ്ട്. അത് നാളെ ആ വ്യക്തിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനോ, ആ വ്യക്തി എന്തെങ്കിലും ഒരു തീരുമാനം വ്യക്തിപരമായിട്ട് എടുക്കുമ്പോൾ അയാളെ ബഹിഷ്കരിക്കാനോ, അയാളെ കുടുംബം തകർക്കാനോ, അയാളുടെ ജീവിതം വഴിമുട്ടിക്കാനോ, അയാളെ കൊലപ്പെടുത്താനോ ആക്രമിക്കാനോ ഉള്ള അധികാരമായി മാറുന്നത് എങ്ങനെയെന്നാണ് എന്റെ ചോദ്യം. ഒരു ചോദ്യം തിരിച്ച്, അത് ശരിയാണ്. നിങ്ങൾ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുന്നേ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ വരൂ, കാരണം ഇതായിരുന്നു കോർ പോയിന്റ്. ഇത് അനുബന്ധമായിട്ടുള്ള ഒരു ചോദ്യത്തിലൂടെ അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾ എന്നാണ് ശരിയായിട്ട് ഒരു മതത്തിൽ നിന്ന് പുറത്തു വന്ന് ഇതുപോലെ ഒരു സ്വതന്ത്ര ചിന്തകനായത്? എത്രാമത്തെ വയസ്സിലാണ്? ഞാൻ എന്റെ ആദ്യം ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളെ ഈ ചിന്ത, അഥവാ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ വിശ്വാസി ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടാണല്ലോ നിങ്ങൾ പഠിച്ചത്, മതത്തെക്കുറിച്ചിട്ട് പഠിക്കാൻ ശ്രമിച്ചതും. അങ്ങനെ നിങ്ങൾ വിശ്വാസി ആയിരുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ മതം ഇല്ലാത്ത ഒരാളായി മാറുന്നത്. നിങ്ങളെ അതുവരെ നിങ്ങളാക്കിയത് എന്താണ് എന്നാണ് എന്റെ ചോദ്യം. ആ നിങ്ങളാണ്, നിങ്ങൾ പറയൂ, ഇത് നിങ്ങളാണ് പറയേണ്ടത്. അതെ, ആ നിങ്ങളാക്കിയത് നിങ്ങളുടെ സമൂഹവും, നിങ്ങളുടെ സമൂഹം എന്ന് പറയുമ്പോ എല്ലാവരും കൂടുതലും അതിൽ സമുദായമായിരിക്കും ഉൾപ്പെടുന്നത്. നന്മയുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ ജനിച്ച് വളരുമ്പോൾ, ഒരു സമൂഹത്തിൽ വളരുമ്പോൾ, ഒരു പൗരനായി മാറുന്നതിനിടയിൽ ഒരു കുടുംബത്തിന്, ഒരു സമുദായത്തിന് എന്ത് അധികാരമാണ് ആ കുട്ടിയുടെ മുകളിലുള്ളത്? നിങ്ങൾ പറയുന്നത് ഇന്ന് നിങ്ങളുടെ മനസ്സിലുള്ള നന്മ, നിങ്ങൾ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ ചെയ്യണമെന്ന് ഞാൻ അവകാശമില്ല. അതിനുള്ള അവകാശം നിങ്ങൾ ഈ പറയുന്ന ഭരണഘടന തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല പ്രവൃത്തിയാണ് മനസ്സിൽ സതുദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മുതൽ വരെ നിങ്ങളൊരു വിശ്വാസിയായിരുന്നോ ആ ധാർമ്മിക മൂല്യം, ആ ചിന്ത, ആ നന്മ, ആ സ്നേഹം, ആ കടപ്പാട് എല്ലാം, അത്തരം ഒരുപാട് ഗുണവിശേഷങ്ങൾ നിങ്ങളെ മനസ്സിൽ രൂപപ്പെടുത്തി എടുത്തത് ഈ വിശ്വാസവും ഒരു പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ സമൂഹമായിരിക്കും. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു വിശ്വാസി അല്ലാതായി തീർന്നതെങ്കിൽ വിശ്വാസമാണ് നിങ്ങളെ നന്മ ഉണ്ടാക്കിയത്. വളർത്തിയെടുക്കുന്നതിൽ ഈ സമുദായത്തിന് ഇത്തരമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന നിങ്ങളുടെ വാദത്തെ, ഒരു വാദത്തിന് വേണ്ടി, അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല, അങ്ങനെയല്ല ഒരു വ്യക്തി രൂപാന്തരപ്പെടുന്നത്, അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ഇതിന്റെ എല്ലാത്തിന്റെയും പൂർണ്ണമായ പേറ്റന്റ് ഞാൻ സമുദായത്തിന് പോട്ടെ, മദ്രസയുടെ അവകാശമായിട്ടാണ് തരാം. മദ്രസയാണ് എന്നെ വളർത്തി വലുതാക്കിയെന്ന് വിചാരിക്കാം. എൻ്റെ ഉള്ളിൽ
ഞാൻ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന സമയത്ത് എന്നിലുള്ള എല്ലാ നല്ല ഗുണങ്ങളും സ്വായത്തമാക്കിയത് മദ്രസയിൽ നിന്നാണെന്ന് നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ, നാളെ ഞാൻ പഠിച്ച ആദർശം അല്ലെങ്കിൽ വിശ്വാസം എൻ്റെ മനസ്സിലുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ച്, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, എൻ്റെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് ഇതിനെല്ലാം സ്വാധീനിക്കുന്ന ഒരു മതബോധം, ആ മതബോധം മാനവിക വിരുദ്ധമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ പിന്നീട് എത്തിക്കഴിഞ്ഞാൽ എന്ത് അവകാശമാണ് ഈ മദ്രസക്ക് എൻ്റെ ജീവിതത്തിൽ പിന്നുള്ളത്? അത് പിന്നീട് ഇവനെ വളർത്തി വലുതാക്കിയ മദ്രസയിൽ പഠിച്ചിട്ടാണ്. ഈ മൂല്യങ്ങളൊക്കെ ഇവന് കിട്ടിയത് മദ്രസയിൽ നിന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ മദ്രസയെ തള്ളി പറയുന്നു, അല്ലെങ്കിൽ മതത്തെ തള്ളി പറയുന്നു. എന്നാ പിന്നെ അവനെ വച്ചേക്കരുത് എന്നതാണോ? ഒന്ന് ഞാൻ ഇടപെടട്ടെ. ഞാൻ നിങ്ങളെ അങ്ങനെ പറയുന്നില്ല. ഞാൻ നിങ്ങൾ എല്ലാം മദ്രസയിൽ നിന്നാണെന്നോ ഒന്നും പറയില്ല. നിങ്ങൾ പല രീതിയിലും അല്ലെങ്കിൽ പല ഘടകങ്ങളും നിങ്ങളെ സ്വാധീനിച്ചിരിക്കാൻ നിങ്ങൾ ഈ രൂപപ്പെട്ടതിന്റെ പിന്നിൽ. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു നന്മ, അതുവരെ നിങ്ങൾ ആ കാലഘട്ടം വരെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ മൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു സമുദായത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മതത്തിലെ കുറച്ച് നന്മകളും ഉണ്ട് എന്ന്, അല്ലെ? ഈ അത് പൂർണ്ണമായും തെറ്റാണ്. അത് പൂർണ്ണമായും തെറ്റാണ്. ഒരു മതസമുദായമല്ല ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുന്നത്, രൂപാന്തരപ്പെടുത്തുന്നതും. നിങ്ങൾ എന്താണ് പറയുന്നത്? മതം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മതത്തിന് ചെറുതായി പങ്കുണ്ടെന്നാ പറഞ്ഞത്. ഒരു മിനിറ്റ്, നമ്മൾ ഇത് എങ്ങനെ പൊതിഞ്ഞു പറഞ്ഞാലും ഇത് പ്രകടമാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നോട് ചോദിച്ചത്, ഒരാള് സ്വന്തം ഇഷ്ടപ്രകാരം മതം ഉപേക്ഷിക്കുകയോ മതം മാറുകയോ ചെയ്താൽ അവർക്ക് ഭരണഘടനാപരമായിട്ട് ഇവിടെ വല്ല പ്രശ്നമുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു, ഭരണഘടനാപരമായോ നിയമപരമായോ പ്രശ്നമുണ്ടെങ്കിൽ നിയമ പോരാട്ടമാണ് നടത്തുക. ഇവിടെയുള്ളത് സമൂഹത്തിന്റെ പ്രശ്നമാണ്, സമൂഹത്തിന്റെ മനോനിലയാണ്. അതിന്റെ പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ ഇത്തരം അനീതികൾ ഒരു വ്യക്തി തന്റെ വിശ്വാസമില്ലായ്മ പ്രകടിപ്പിച്ചാൽ അയാൾ അനുഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് അത്തരം ചില അവകാശങ്ങൾ ആ സമുദായത്തിനും കുടുംബത്തിനും ഉണ്ട് എന്നാണ്. അതിനെ നിങ്ങളൊന്ന് ജസ്റ്റിഫൈ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. അത് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല തോന്നുന്നു. കാരണം നിങ്ങളുടെ ഇന്നത്തെ സ്വഭാവം രൂപപ്പെട്ടത് ഒരു ഈ സമുദായം ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും അത് അങ്ങോട്ട് അന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. കാരണം എനിക്ക് പറ്റുന്നില്ല. ഞാൻ നിങ്ങളോട് എന്നെ തന്നെ ഉദാഹരണമായിട്ട് ഞാൻ ചോദിച്ചു. എന്നെ മതം ഉപേക്ഷിക്കുന്നതിനോ മതം പഠിച്ചു തുടങ്ങുന്നത് വരെയുള്ള എന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് പൂർണ്ണമായും മദ്രസയാണ് എന്ന് വാദിച്ചാൽ എന്റെ പിന്നീട് അങ്ങോട്ടുള്ള തീരുമാനത്തിന് അനുസൃതമായി എന്റെ കുടുംബ ജീവിതത്തിൽ ഇടപെടാൻ ഈ മദ്രസക്കും ഈ സമുദായത്തിന് അവകാശം ഉണ്ടോ ഇല്ലേ? അതാണ് നിങ്ങളോട് ചോദ്യം. അതിന് അവകാശം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോഗിക്കുന്നു എന്നാണ് എന്റെ വാദം. ആശയം അത് പ്രയോഗിക്കുന്നു എന്നാണ് എന്റെ ആരോപണം. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ഈ ഭരണഘടന ഉണ്ടായിട്ടും ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ ഉണ്ടായിട്ടും കേരളത്തിൽ പോലും പല വ്യക്തികൾക്കും അവരുടെ വിശ്വാസമില്ലായ്മ മറച്ചു പിടിച്ച്, അവരുടെ വ്യക്തിത്വം മറച്ചു പിടിച്ച് ജീവിക്കേണ്ട ഗതികേട് വരുന്നത്. അത് മനുഷ്യനൊരു സാമൂഹ്യ ജീവി, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. സാമൂഹിക ജീവിയാണെങ്കിൽ ഈ അതിനെ ഗോത്ര ജീവി എന്നാ പറയാ. ആ കാലഘട്ടം, ഗോത്രത്തിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ആ കാലഘട്ടത്തെ ഇപ്പൊ നിങ്ങൾ താരതമ്യം ചെയ്യാൻ എടുക്കുന്നത് തന്നെ ബുദ്ധിശൂന്യതയാണ്. പിന്നെ ആ സാധനമാണ് ഈ ലോകത്ത് ഈ കാലഘട്ടത്തിന്റെ പറഞ്ഞാലോ, ആ സാധനം എന്നതല്ല. മനുഷ്യൻ അതിനേക്കാൾ വലുതായിട്ട് സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പല രീതിയിലുള്ള അറിവിൽ നിന്നും ആർജിച്ചെടുക്കുന്നതാണ്. അത് വെറും ഇസ്ലാമിക ഖുർആനോ കിതാബോ ഹദീസോ ഒന്നും വെച്ചിട്ടല്ല. വേറെയും പല ധാർമ്മികമായ ചിന്തകൾ നമുക്ക് വരുത്തിയുണ്ടാക്കി. ഞാനും ഒരു മലയാളം പഠിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ ഞാൻ മഹാഭാരതത്തിൽ നിന്നും, അതേപോലെ ചെറിയ അറിവ് ഞാൻ ഒരുപാട് മഹാഭാരതം പഠിച്ചിട്ടുണ്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. മലയാളം പഠിച്ചപ്പോൾ കുറെയൊക്കെ ഞാൻ വായിക്കാനിട വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വായിച്ച മേഖലകളിൽ എനിക്ക് ഒരുപാട് മൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പല മതത്തിൽ നിന്നും, പല മതപുസ്തകങ്ങളിൽ നിന്നും, പല രചനകളിൽ നിന്നും, പല കൃതികളിൽ നിന്നും. അതൊക്കെ ആർജിച്ചിട്ടാണ് നമ്മൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ അത് വെറും മതത്തിൽ നിന്നാണ് ഞാൻ രൂപപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ ചെറിയ ഘടകം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മതം പൂർണ്ണമായി തള്ളേണ്ട ഒന്നല്ല, മൂല്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ച് ജീവിച്ച ഒരു കുടുംബത്തില് മദ്രസയിൽ പോയി പഠിച്ചു വളർന്ന ഒരു കുട്ടി, ആ വ്യക്തി സ്വതന്ത്രമായി ജീവിക്കുന്നു.
അദ്ദേഹത്തിന്റെ പഠനവും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു, അനുഭവങ്ങളും അറിവും നിങ്ങൾ നേരത്തെ പറഞ്ഞ സാമൂഹ്യ ധാർമ്മികതയൊക്കെ ആർജിച്ച ആ ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടാവുകയും അദ്ദേഹം ആ മതത്തിന്റെ കർമ്മങ്ങൾ, ചടങ്ങുകൾ, അതിന്റെ ആരാധനകൾ അത് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ആ മതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതിൽ കുറച്ച് സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അതിൽ മാനവിക വിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പരിഷ്കരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ പറയുന്നത് പോലെ അത് വലിയ ഒരു സിംഹഭാഗം മുസ്ലിങ്ങളെയും അടച്ചാക്ഷേപിക്കേണ്ട ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാവും. നിങ്ങളെ ഈ ആശയത്തെ എതിർക്കുന്നവരുണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ സംവിധാനം കേരളത്തിൽ നടക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് പോലെ കേരളത്തില് നിങ്ങൾ പറയുന്നത് പോലെ ആശയം കൊണ്ട് നേരിടാനും അതല്ല ആയുധം കൊണ്ട് നേരിടാനും ആളുകൾ ഉണ്ടാവാം. അത് എല്ലാവരുടെയും മനോഭാവമാണെന്ന് എങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്? അത് വളരെ ന്യൂനപക്ഷമാണ്, വളരെ ചെറിയ അംശമാണ്. ഇപ്പൊ നിങ്ങൾ പോയിന്റിലേക്ക് എത്തി. ഈ വളരെ ന്യൂനപക്ഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നത് നിങ്ങളുടെ തെറ്റായ കണക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചില ഭാഗങ്ങൾ കണ്ണടച്ച് കാണാതിരിക്കുന്നതാണ് ഒന്ന്. ഇനി ചെയ്യുന്നത് ന്യൂനപക്ഷമാണ് എന്ന് വാദത്തിന് അംഗീകരിച്ചാൽ പോലും ആ ചെയ്യുന്ന ന്യൂനപക്ഷത്തിന് അതിന് പ്രചോദനമാകുന്നത് അവരുടെ കിതാബുകളാണ് എന്ന് ഞാൻ പറയും. അത് ഒരു വലിയ തെറ്റാണത്. കിതാബിനെ ഒരു ചെറിയ പേജ് പോലും മറിച്ചു നോക്കാത്ത ആളുകളാണ് ഇതൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്കത് മനസ്സിലാകുന്നത്. ഞാൻ ചോദിക്കുന്നത് ഗ്രാഹ്യത്തെ കുറിച്ചല്ല, ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങൾ, നിയമങ്ങൾ ഇസ്ലാമികമായി ഉണ്ട്. ഒരു വ്യക്തി ഇസ്ലാം ഉപേക്ഷിച്ചാൽ അയാളുമായിട്ടുള്ള കുടുംബ ബന്ധം വിച്ഛേദിക്കണം എന്ന് നിയമമുണ്ടോ ഇല്ലേ? ആ നിയമം പഴയ കിതാബിൽ എഴുതി വെച്ച നിയമം നിങ്ങൾ ഇപ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സമൂഹം എന്നാ വിചാരിക്കുന്നത്. എത്രയോ അനുമതിയോടുകൂടി ഞാനിപ്പോ നിങ്ങൾ പറയുന്നത് പോലെ ഖുറാനും ഹദീസുകളും വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ സാമാന്യ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ അഡ്രസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് സോറി, എന്താ പറഞ്ഞു കേട്ടില്ല. ഞാൻ ഇതിലെ രണ്ടിനെയും സമന്വയിപ്പിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതാണ് കുഴപ്പം. ഞാൻ മനുഷ്യനാവാനാ ശ്രമിക്കുന്നത്, ഞാൻ മതത്തിൽ ഒരു മനുഷ്യനാവാനല്ല. ആ മനുഷ്യനാവണമെങ്കിൽ ചില നന്മകൾ മതത്തിലും ഉണ്ട്, അത് സ്വാംശീകരിക്കണം എന്നായിക്കോട്ടെ, സ്വാംശീകരിച്ചോട്ടെ. അത് തീർത്തും അർത്ഥശൂന്യമാണെന്നും മതം തന്നെ തള്ളിക്കളയണമെന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, മതം തള്ളിക്കളയണ്ട അല്ലെങ്കിൽ തള്ളിക്കളയണം എന്നതിന് നിങ്ങൾക്ക് യോജിപ്പില്ല. പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിന് നമ്മൾ റെസ്പെക്ട് ചെയ്യും. അതേ സമയത്ത് മതത്തിൽ ഇന്നത്തെ കാലത്ത് മൂല്യങ്ങൾക്ക് മതത്തെ ആശ്രയിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന എന്റെ വാദത്തെ നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളോട് ഞാൻ എതിര് പറയുന്നില്ല. നിങ്ങളൊരു സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു കഴിഞ്ഞു. അതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പോ നിങ്ങളുടെ ആശയത്തോട് എനിക്ക് എതിർപ്പില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ചെയ്തത് ഈ മതം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് സമൂഹം ഏർപ്പെടുത്തുന്ന ചില ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾക്ക് സാമുദായികമായ ഇവരെ വളർത്തിയെടുക്കുന്നതിൽ അവർക്കുള്ള പങ്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി. അതിനോട് ഞാൻ എന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ പറയുന്നുണ്ട് ഹദീസുകൾ തെറ്റാണെന്നും ഹദീസ് നബി മരിച്ചതിന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായതാണെന്നും അന്ന് 200 വർഷം ജീവിച്ച ആളുകൾ തന്നെ സമൂഹത്തിൽ അല്ലെങ്കിൽ അന്ന് ലോകത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേട്ട് അറിവുകൊണ്ടുണ്ടാക്കിയ ഹദീസാണെന്നും അത് തള്ളേണ്ടതാണെന്നും ഇപ്പൊ മുസ്തഫ മൗലവി പറഞ്ഞതുപോലെ നിങ്ങൾ ആ വഴിക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനോട് അംഗീകരിക്കുക. കാരണം നമുക്ക് യുക്തിക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഹദീസുകളൊക്കെ തീർത്തും പലപ്പോഴും തെറ്റായ വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ കാൽപ്പനികത വരുത്താൻ വേണ്ടിയിട്ട് കുറെ കഥകളും മെനഞ്ഞെടുത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക അന്നത്തെ സാഹിത്യകാരന്മാര് ആ കൃതികളിൽ അഥവാ ഹദീസുകളിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഖുർആനിലെ ഭാഷ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട്
തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഖുർആന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കുന്ന വിചാരിക്കുന്നത്. നിങ്ങൾ തന്നെ ഹദീസിനെ തള്ളിക്കളയുമ്പോൾ ഹദീസുള്ള കാര്യങ്ങൾ തന്നെ വെച്ച് നിങ്ങൾ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അത് വിരോധാഭാസമാണെന്നാണ് ഞാൻ പറയുന്നത്. ഹദീസിനെ തന്നെ നിങ്ങൾ എല്ലാവരും തള്ളിക്കളയാ, പിന്നെയും ഹദീസിനെ വെച്ചിട്ട് തന്നെ ഉദ്ധരിക്കുന്നതും. ലളിതമായിട്ട് പറഞ്ഞുതരാം. അല്ല, ഞാന് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം മുഹമ്മദ് എന്ന ഒരു പ്രവാചകനെ നിയോഗിക്കുകയും ജിബ്രീൽ എന്ന് പറയുന്ന മാലാക വഴി ഖുർആൻ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും ഞാൻ ഖുർആനിനെ വിശദീകരിക്കുകയും ഖുർആനെ വിമർശിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളതിനേക്കാൾ പ്രധാനം ഇതെങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിശ്വാസമുണ്ട്, ഖുർആനെ കുറിച്ച് വിശ്വാസികൾക്ക് ഒരു വിശ്വാസമുണ്ട്. ദൈവം ഉണ്ടായിട്ടല്ല ആളുകൾ ദൈവമതത്തെയും ദൈവത്തിന്റെ നിയമങ്ങളെയും എതിർക്കുന്നത്. ഇത് സമൂഹത്തിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഖുർആനിനെയും ഹദീസിനെയും ഒക്കെ നമ്മൾ ഒരേ നിലവാരത്തിലാണ് കാണുന്നത്. ഹദീസ് തള്ളിയിട്ട് ഖുർആനെ കെട്ടിപ്പിടിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് മനുഷ്യത്വ വിരുദ്ധമായ വചനം വായിക്കുന്നത് ഖുർആനിൽ നിന്നാണ്, ഹദീസിൽ നിന്നല്ല. അതുകൊണ്ട് ഹദീസുകൾ തള്ളിക്കഴിഞ്ഞാൽ ഖുർആൻ പത്രമാറ്റ് ആകും എന്ന ചിന്ത എനിക്കില്ല. ഞാൻ ഈ സംസാരത്തിന് തുടക്കത്തിൽ പറഞ്ഞു, അടിമത്തം എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഒരു വ്യവസ്ഥിതിയെ പൂർണ്ണമായും എൻഡോസ് ചെയ്യുന്ന ഒരു മതമാണ് ഖുർആനികമായിട്ട് ഇസ്ലാം. അടിമത്തത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അടിമത്തത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലുള്ള മതനിയമങ്ങൾ ഖുർആനിലുണ്ട്. എങ്ങനെയാണ് ദൈവികമായ ഒരു മതത്തിന് എല്ലാ മനുഷ്യരെയും തുല്യമായി പരിഗണിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാലത്ത് അടിമത്തത്തെ ന്യായീകരിക്കേണ്ടി വരുന്നത്? അത് ഈ മതഗ്രന്ഥം കൊണ്ടാണ്, ഹദീസ് കൊണ്ട് മാത്രമല്ല, ഖുർആൻ കൊണ്ട് തന്നെയാണ്. വിശ്വസിക്കുന്നവർ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ മതമായി അംഗീകരിക്കാത്ത മനുഷ്യരെ ചീത്ത വിളിക്കുന്നത് ഹദീസിലല്ല ഉള്ളത്, ഖുർആനിലുള്ളത്. മുശ്രിക്കുകൾ നജസാണ്, അശുദ്ധരാണ് എന്ന ഖുർആൻ വചനമാണുള്ളത്, ഹദീസല്ല. കാഫിറുകൾ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ. സത്യം എന്താ? ഇസ്ലാമിനെ നിഷേധിക്കുന്നവർ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ് എന്ന ഖുർആൻ വചനമാണുള്ളത്, ഹദീസല്ല. അതുകൊണ്ട് ഹദീസ് തള്ളിയാൽ ഖുർആനിലെ മൂല്യങ്ങൾ പൊങ്ങി വരും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു വാക്കും കൂടി, എപ്പോഴും നിങ്ങൾ എടുത്തു പറയുന്ന ഈ അടിമത്തത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അടിമ കച്ചവടവും അല്ലെങ്കിൽ അടിമ വ്യാപാരവും ഒക്കെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അടിമ സമ്പ്രദായം നബിക്ക് ശേഷവും കാലങ്ങളായിട്ട് ഒരുപാട് ഇസ്ലാമിക ഭരണാധികാരികളും അതിനുശേഷം നബിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇല്ലേ, ഈ ഒരു കാലഘട്ടം വരെ അവസാനം ഇത് നമ്മുടെയൊക്കെ മുന്നിൽ അറിവ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തോന്നുന്നില്ലേ, രാജാറാം മോഹൻ റായ് ആണിത് അടിമ സമ്പ്രദായം നിർത്തലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എനിക്കറിയില്ല. എനിവേ, അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരാൾക്കും അത് നിർത്താൻ കഴിയാതിരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഒരു സമൂഹത്തിൽ ആകെ വ്യാപിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതി, ഒരു പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഈ ചെറിയ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ നമുക്ക് ഒപ്പം നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് നിൽക്കുന്ന വ്യവസ്ഥിതിയെ പെട്ടെന്ന് ഉന്മൂലനം ചെയ്യുക എന്നത് ഒരു ഭരണകർത്താവിനോ അല്ലെങ്കിൽ നബി വെറും ദൂതനാണെന്ന് മനസ്സിലാക്കുക. അത് അള്ളാഹു നിർത്തിയതിന്റെ ചോദ്യത്തിന് ചിലപ്പോൾ എനിക്ക് ഉത്തരവില്ല. പക്ഷെ നബിക്കത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് വളരെ ലളിതമായ ഉത്തരം, ഒരു ഭരണാധികാരിയായിട്ടാണ് നിങ്ങൾ നബിനെ കാണണമെങ്കിൽ, ഒരു പടയാളിയായിട്ടാണ് നിങ്ങൾ നബിനെ കാണണമെങ്കിൽ, അതൊക്കെ ഒരു പ്രത്യേക പെർട്ടിക്കുലർ പ്രദേശത്താണെന്ന് മനസ്സിലാക്കുക. അതിലും വലിയ ഭരണാധികാരികൾ ഒരുപാട് ജനസമൂഹത്തിന്റെ ഇടയിൽ നല്ല രീതിയിൽ പേരും പ്രശസ്തിയായ നെപ്പോളിയൻ മുതൽ പല പല തരത്തിലുള്ള ആളുകൾ ജീവിച്ച് വന്നിട്ടില്ലേ? ആർക്കാ നിർത്താൻ കഴിഞ്ഞത്? അത് സാമൂഹിക വ്യവസ്ഥിതിയിൽ അങ്ങനെ അലിഞ്ഞു ചേർന്ന ഒന്നിനെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും നിർത്താൻ കഴിയില്ല. അപ്പോൾ അതായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്. ഏതായിരുന്നാലും ഞാൻ ഒരുപാട് സമയം നിങ്ങളുടെ കവർന്നെടുത്തു എന്ന് തോന്നുന്നു. ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ വ്യക്തിപരമായോ അല്ലെ നിങ്ങളുടെ ആശയത്തെ ഒന്നും വിമർശിക്കുന്നില്ല. സമൂഹത്തിന് നന്മ എന്തുണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതെന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും. എന്നാൽ നിങ്ങൾ ഈ അവസാനം പറഞ്ഞ ഒരു കാര്യത്തിനോടുള്ള എൻ്റെ പ്രതികരണത്തിലൂടെ നമ്മൾ അടുത്ത ആളിലേക്ക് പോകാം. അതായത് അടിമത്തത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോഴും, ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴും, ഞാൻ ഹദീസിനെ പൂർണ്ണമായിട്ട് എടുക്കാതെ, ഹദീസിനെ ഒരു കുറ്റവും പെടുത്താതെ ഖുർആനിലേക്ക് നേരിട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെയാണ് അടിമത്തം നിർത്തലാക്കാത്തതിന്റെ പാപഭാരം മുഴുവൻ ഞാൻ മുഹമ്മദ് നബിയുടെ തലയിൽ വെക്കുന്നേ ഇല്ല ഇസ്ലാമികമായിട്ട്. കാരണം ഇസ്ലാം മുഹമ്മദ് ഉണ്ടാക്കിയ മതമല്ല എന്നാണ് ഇസ്ലാമിലുള്ള ആളുകളുടെ വിശ്വാസം. ആദ്യത്തെ മനുഷ്യൻ പ്രവാചകനാണ് എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അപ്പൊ അള്ളാഹു അതുമുതൽ പ്രവാചകന്മാരെ നിയോഗിക്കുകയും
മനുഷ്യരുടെ നിയമങ്ങളിൽ ഇടപെടുകയും മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുകയും ആകെ ഭൂമിയിൽ 2 മനുഷ്യന്മാരുള്ള അല്ലെങ്കിൽ 5 മനുഷ്യന്മാർ 6 മനുഷ്യന്മാരുള്ള കാലത്ത് പ്രവാചകനെ നിയോഗിച്ച ദൈവമാണ് അള്ളാഹു. അതാണ് ഇസ്ലാമിന്റെ ദൈവസങ്കല്പം. ആ ദൈവസങ്കല്പം മനുഷ്യരുടെ മുന്നോട്ട് പോക്കിൽ കാലാകാലങ്ങളിൽ 1 ലക്ഷത്തിൽ ചില്ലാനം പ്രവാചകന്മാരെ മനുഷ്യർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചു എന്നും ആ ദൈവനിയമങ്ങൾക്ക് പൂർണ്ണമായിട്ട് ദൈവ നിയമങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെടാത്ത പല ജനതയെയും പൂർണ്ണമായി നശിപ്പിച്ച് ദൈവ നിയമത്തിന് വഴങ്ങുന്ന ജനതയെ മാത്രം ബാക്കിയാക്കി എന്നൊക്കെ ചരിത്രം മീൻസ് കഥയുള്ള ഇസ്ലാമിനകത്ത് സ്ലേവറി ഉരുത്തിരിഞ്ഞു വന്നതും അത് നിലനിന്നതും അത് നിരോധിക്കാനിരുന്നതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഖുർആനിനും അള്ളാഹുവിനുമാണ്, ഇസ്ലാമികമായിട്ട് കേട്ടോ. മുഹമ്മദ് നബിക്ക് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെതായ പരിമിതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെയും ഇസ്ലാം അപൂർണമാണ് എന്ന് പറയേണ്ടി വരും. കാരണം മുഹമ്മദ് നബിക്ക് കഴിയാത്തത് അബ്രഹാം ലിങ്കൻ പോലെയുള്ള ഒരാളുടെ ഒരു തുടർച്ചയിൽ അല്ലെങ്കിൽ ആ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് സ്റ്റെപ്പ് എടുക്കുക എന്നതിലൂടെ അബ്രഹാം ലിങ്കൻ അടിമത്തം നിരോധിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. ലോകത്തെ പല ഭാഗത്ത് അത്ര മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവം 1 ലക്ഷത്തിൽ ചില്ലാനം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ട് ഏറ്റവും അവസാനം 1500 വർഷം മുൻപ് മുഹമ്മദ് നബി എന്ന സർവശക്തനായ മീൻസ് സർവ അധികാരങ്ങളും ഉണ്ടായിരുന്ന ഒരു പ്രവാചകനെ നിയോഗിച്ചിട്ട് സമ്പൂർണമായ മതനിയമങ്ങൾ ദൈവിക നിയമങ്ങൾ ലോകാവസാനം വരേക്കുള്ളത് പ്രഖ്യാപിക്കുമ്പോഴും അടിമത്തം അനുവദനീയമാണ്. അടിമ സ്ത്രീകളുമായിട്ട് അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാവുന്നത് അനുവദനീയമാണ്. അങ്ങേയറ്റം മനുഷ്യത്വഹീനമായ മനുഷ്യരെ വസ്തുവകകൾക്ക് സമാനമായി കണ്ടുകൊണ്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ക്രയവിക്രയം അനുവദനീയമാണ്. അത് മനുഷ്യർ പിന്നീട് നിർത്തലാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ 1960കളിൽ അത് നിരോധിക്കേണ്ട സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാവുന്നതാണ്. ഇവിടെ ഒരു സതി പോലും നിർത്തലാക്കിയത് ഏത് കാലഘട്ടത്തിലാണ്? അതാ ഞാൻ ഉദ്ദേശിച്ചത്. സത്യത്തിൽ അങ്ങനെ സാമൂഹിക ജീർണത എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന അടിമത്തം, നബിയുടെ കാലത്ത് അടിമത്തം മാത്രമല്ല, അന്ന് യഹൂദരനെ ജീവിച്ചിരുന്നില്ലേ? അത് മുഴുവൻ നിർത്തലാക്കാൻ കഴിഞ്ഞു. എനിക്ക് നബിയോട് പരാതിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അക്കാലത്ത് തന്നെ ഇസ്ലാമിൽ തീർത്തും വിശ്വസിക്കാത്ത ആളുകൾ ജീവിച്ചിരുന്നു. അവരെന്തുകൊണ്ട് മുസ്ലിം ആയില്ല എന്ന ചോദ്യത്തിന് അതിന് മറുപടി ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. അത്തരം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഉത്തരമില്ലാത്ത സമയത്ത് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളാണ്. അല്ല, നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? അതെ, ഒരു പരിമിതി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചെറിയൊരു നമുക്ക് തന്നെ അറിയാവുന്ന ഭൂവിസ്തൃതിയിൽ ദൈവത്തിന്റെ പരിമിതിയെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള നിലക്ക് ദൈവത്തെ ഇനിയും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഹദീസ് തള്ളിയത് കൊണ്ട് മാത്രം പ്രശ്നം തീരൂല എന്നാണ്. ഓക്കെ, താങ്ക് യു.